മോനോ ഇതെന്താ? ഏ കാണണ്ട ഇതെന്താന്ന്? ഏ കാണിച്ചരാ. അല്ലാ, ഇത് നമ്മൾ പതിവ് പോലെ തന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചുള്ള ഒരു ഐറ്റം ആണ് കേട്ടാ. ഇതിന്റെ തല എവിടെയാണ്? വലിയൊരു സാധനം അല്ലേ? സസ്പെൻസ് ആണ്. സാധാരണ നമ്മൾ എന്താണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അറിയൂല, ഇത് തുറന്നിട്ട് കണ്ടിട്ട് അറിഞ്ഞാൽ മതി. ഇതാകുന്നു സാധനം. ഇതാ ഇടുവായോ? ഇത് കീറിയാലോ? ഊരാനുള്ള ഇതൊന്നുമില്ലല്ലോ. ഇല്ല. വേറെ ഒരു നിവൃത്തിയില്ല, എങ്ങനെ കട്ട് ചെയ്യല്ല കേട്ടോ. ഞാൻ ആലോചിക്കുന്നത് ഇതിങ്ങനെ ഊരാൻ പറ്റണില്ല. അപ്പൊ അവരിത് എങ്ങനെ ആയിരിക്കും ഇതിനുള്ളിൽ കുത്തിത്തിരിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ ലാഡർ. യെസ്, കണ്ടില്ല? 6 അടിയുള്ള ലാഡറാണ്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. അപ്പോൾ 2850 രൂപൻ്റെ ഒരു മുതലാണിത്. വാങ്ങിച്ചതിന് ശേഷം കണ്ടില്ല സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഫ്ലിപ്കാർട്ടിൽ വെറുതെ ഇങ്ങനെ ഒന്ന് നോക്കിയപ്പം 1999 രൂപക്ക്, അതായത് ഏകദേശം ഒരു 1000 രൂപേൻ്റെ കുറവിൽ തന്നെ 5 സ്റ്റെപ്പ് ലാഡറും ഉണ്ട്. ഞാൻ വാങ്ങിച്ചപ്പം 6 സ്റ്റെപ്പിന് 2850 രൂപ. അപ്പോൾ ഓഫർ എന്നൊക്കെ പറഞ്ഞ സമയത്ത് നമ്മൾ സൂക്ഷിച്ച് നമ്മൾ നോക്കി കണ്ടറിഞ്ഞ് നല്ലോണം ചെക്ക് ചെയ്തിട്ട് വേണം ഓഫറുകളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ വിലയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. എവിടെ ഇപ്പം കയറുക? ഇവിടെ കയറിയാലോ? വാ. സാധനം ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. എങ്ങനെയുണ്ട്? അയ്യോ, ഇതെന്താന്ന് വെച്ചാൽ ഇപ്പം നമ്മളെ വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇരുമ്പിൻ്റെ കോണിയുണ്ട്. പക്ഷെ ചെറിയ വീടിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് ഇരുമ്പും കൊണ്ടൊന്നും ഉപയോഗിക്കാൻ പറ്റൂല. അപ്പോൾ ഞാൻ റൂമൊക്കെ സ്റ്റിക്കർ ഒട്ടിക്കുന്ന സമയത്ത് അടുത്തുള്ള പാത്തുമ്പോൾ താത്താൻ്റെ വീട്ടിൽ നിന്ന് ലാഡർ വാങ്ങിക്കൊടുന്നതായിരുന്നു. അപ്പോൾ നമ്മൾ അയൽവാസിയിൽ നിന്ന് വാങ്ങിക്കും, പക്ഷെ അതിനൊരു ലിമിറ്റൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എന്തൊക്കെ ഞാൻ സ്വന്തമായിട്ട് നമ്മളെ ആവശ്യത്തിന് ഒരു സാധനം നമ്മളെ വീട്ടിൽ ലാഡറൊക്കെ നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഉപയോഗിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഞാൻ വാങ്ങിക്കുമ്പോഴുള്ള പ്രൈസ് എന്ന് പറഞ്ഞത് 2850 രൂപയാണ്. അപ്പോൾ ഇത് വാങ്ങണമെന്നൊന്നും ഞാൻ നിങ്ങളോട് ആരും പറയണില്ല കേട്ടോ. അപ്പോൾ നല്ല റിവ്യൂ കണ്ടപ്പോൾ കുഴപ്പമില്ലാത്ത ഈ ഒരു ഉയരമുണ്ടെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ ഞാൻ അധികം ഹൈറ്റ് ഇല്ലാത്തൊരു മനുഷ്യനാണ്. അപ്പോൾ എനിക്ക് ഇത്ര ചുമരിൽ ഇങ്ങനെ റൂഫിലൊക്കെ ആക്കുന്ന സമയത്ത് എനിക്ക് ഒരാൾ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് പോയിട്ട് പെയിൻ്റ് അടിക്കുക, സ്റ്റിക്കർ ഒട്ടിക്കുക, ലൈറ്റ് സെറ്റാക്കുക, ഫാൻ തുടക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിൽ വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ ഓർഡർ ആക്കിയിട്ടുള്ള സമയത്ത് 2809 രൂപയാണ്. എനിക്ക് വന്നിട്ടുള്ള ഒരു അബദ്ധമാണ് ഞങ്ങൾ കാണിക്കുന്നത്. ഏപ്രിൽ 24 ഓർഡർ ആക്കി മെയ് 1 വന്ന് മെയ് 8 ഞാനത് ഓപ്പൺ ആക്കാണ്ട് ലേറ്റ് ആയിട്ടുണ്ട്. അത് പോട്ടെ. അപ്പോൾ ഇപ്പോൾ നിലവിൽ ഈ 6 സ്റ്റെപ്പിനുള്ള റേറ്റ് എന്ന് പറഞ്ഞത് 2499, അതായത് എൻ്റെ 500 രൂപ സ്വാഹ. അപ്പോൾ ഓഫർ എന്ന് പറഞ്ഞത് ഇതാണ്. നമ്മളെ കബളിപ്പിക്കും. നമ്മൾ വിചാരിക്കുക ആ സമയത്ത് നോക്കിയ സമയത്ത് 6 സ്റ്റെപ്പിൻ്റെയൊക്കെ വേറെയുള്ള കമ്പനിക്കൊക്കെ ഭയങ്കര റേറ്റ്, ഇതിനെക്കാട് നല്ല റേറ്റ്, 3000 മേലേക്കൊക്കെ റേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താക്കി ഇത് എടുത്തിട്ടുള്ളതാണ്. നല്ല റിവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെ എടുത്തിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിൽ സെയിം കമ്പനീൻ്റെത് 2499 രൂപയാണ് താനും. അപ്പോൾ എന്താക്കുക, കുഴപ്പമില്ല, നമ്മൾക്ക് ആവശ്യമുള്ള സംഭവമാണ്. അപ്പോൾ എടുത്തുള്ളൂ. അപ്പോൾ എന്താക്കുകയെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്നൊരു ഓഫർ കണ്ടതെന്ന് വെച്ചാൽ ചില ഓഫറൊക്കെ നല്ല അടിപൊളി ഓഫറായിരിക്കും കേട്ടോ. സമയം കഴിയുമ്പോൾ വില കൂടുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. ഇത് പക്ഷേ വില കുറയാണ് ചെയ്തത്. എന്ത് ചെയ്യാനാണ്? അപ്പോൾ കുറേ സംഭവങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമായിരിക്കും അല്ലേ? നിങ്ങൾക്കൊക്കെ പറ്റിയിട്ട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇത് കമൻറ്റ് ചെയ്തോളിട്ടോ. അബദ്ധങ്ങൾ
അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ നല്ലതാണ്. നമുക്ക് സമാധാനം. നമ്മളെ മലയാളികളുടെ സ്വഭാവമാണ്. കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളെ വീട്ടിൽ കറണ്ട് നമ്മള് ആദ്യം ചെയ്യല് അപ്പുറത്തെ വീട്ടിൽ കറണ്ട് വെക്കണം, അവിടെ കറണ്ട് വെക്കണം, സമാധാനം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പോയിട്ടുണ്ട് ഒരുമിച്ച് വരിയിരിക്കും എന്നുള്ള ഒരു സമാധാനം. അതേപോലെ തന്നെ അബദ്ധം പറ്റിയാലും എനിക്ക് അബദ്ധം പറ്റി, അപ്പുറത്തെ ആൾക്ക് അബദ്ധം പറ്റി, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അബദ്ധം പറ്റിയെന്ന് കേൾക്കുന്ന സമയത്ത് ഒരു സന്തോഷം സ്വാഭാവികമായിട്ടുള്ള നമ്മളുടെ ഒരു ഇതാണ്. സീരിയസ് ആയിട്ട് പറഞ്ഞാൽ നല്ല തമാശയാണ്. അപ്പൊ അങ്ങനെ ആർക്കും പറ്റിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്തോളി. പിന്നെ ഇതിന്റെ വാറണ്ടി എന്ന് പറഞ്ഞത് 5 years വാറണ്ടിയാണ്. അഗൈൻസ്റ്റ് മാനുഫാക്ചറിംഗ് ഡിഫക്ട്സ് ഓൺലി, കണ്ടീഷൻ സപ്ലൈ ആണ്. സിസ്റ്റം ഇതാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ കുഴപ്പമില്ല തോന്നുന്നുണ്ട്, ഓക്കെ ആണ്. പിന്നെ ഇവിടെ ഇത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു സ്ട്രാപ്പ് ആയിരിക്കില്ല, കമ്പി ആയിരിക്കും. ഇതുപോലെ തന്നെ ഒരു സ്റ്റീൽ റോഡായിരിക്കും. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഓക്കെയാണ്, കുഴപ്പമില്ല. അപ്പോൾ ഇനിയിപ്പോൾ അതുകൊണ്ട് കുറേ പണിയുണ്ട്. നമ്മൾ റൂമിൽ സ്റ്റിക്കർ ഒട്ടിക്കുന്നത് പെൻഡിങ്ങിൽ കിടക്കുന്നുണ്ട്, അതൊക്കെ ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് സംഭവം? എനിക്ക് ഓക്കെയാണ്. അപ്പോൾ എനിക്ക് ഓക്കെയാണ് അല്ലേ എന്നുള്ള കാര്യം എനിക്ക് പറയാൻ പറ്റുള്ളൂ. എനിക്ക് ഓക്കെയാണ്.